എംബ്രോയിഡറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഡ്രസ്സിലൊക്കെ വർണ്ണ നൂലുകൾ കൊണ്ട് ചെയ്തെടുത്ത ചിത്രങ്ങളും ഡിസൈനുകളും ഒക്കെയാണ്. അപ്പോൾ ഡ്രസ്സിലും മാത്രമല്ല, അതാ ഇതുപോലെയുള്ള ടോൺ ബാഗുകളുടെ ചിത്രം വരച്ചിട്ട് അത് എംബ്രോയിഡറി ചെയ്തെടുക്കാം. അതിൽ മാത്രമല്ല, വേറെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള ടവൽസിൽ എംബ്രോയിഡറി ചെയ്യാം, ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ വരച്ചിട്ട് പിന്നെ വാൾ ഹാങ്ങിങ്സ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ ഇതുപോലെയൊക്കെ. അതുപോലെ ടേബിളിൽ, നമ്മുടെ ഓഫീസ് റൂമിലോ വീട്ടിലോ ഒക്കെ ടേബിളിൽ വെക്കാവുന്നത്. ടോട്ട് ബാഗിലൊക്കെ ഫുൾ എംബ്രോയിഡറി ചെയ്യാം, പെയിന്റിങ്സോട് ചേർത്ത് ചിത്രം വരച്ചെടുക്കാം. കസ്റ്റമറുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ് അത് ചെയ്തു കൊടുക്കുന്നത്. ഇതൊരു നെറ്റിപ്പട്ടം കസ്റ്റമർ ആവശ്യപ്പെട്ടതനുസരിച്ച് മാത്രം ചെയ്തു കൊടുത്തതാണ്. പിന്നെ കൂടുതലും പോർട്രേറ്റിംഗ് ആണ് ചെയ്യുന്നത് എംബ്രോയിഡറിയുടെ. അതായത് ആളുകളുടെ ചിത്രങ്ങൾ അവരുടെ ബർത്ത്ഡേക്ക് വെഡിങ്ങിനൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ഉള്ള ഓർഡേഴ്സ് അനുസരിച്ച് അവരുടെ ചിത്രം വരച്ചെടുത്തിട്ട് അത് പെയിന്റ് ചെയ്ത് കംപ്ലീറ്റ് എംബ്രോയിഡറി എടുത്ത് തുന്നിയെടുക്കുന്നതാണ്. എംബ്രോയിഡറി ചെയ്യുന്നത് ഡ്രസ്സുകളിലും ഉണ്ട്. ഇത് സാരിയാണ്. സാരിയിൽ, ചുരിദാറിൽ, കുട്ടികളുടെ ഉടുപ്പ്, ഷർട്ടുകളിൽ, അങ്ങനെ എല്ലാ ഡ്രസ്സുകളിലും എംബ്രോയിഡറി ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ളത് എംബ്രോയിഡറി പോർട്രേറ്റിംഗ് ആണ്. ആളുകളുടെ ചിത്രങ്ങൾ വരച്ചെടുത്തിട്ട് അത് എംബ്രോയിഡറി കംപ്ലീറ്റ് തുന്നിയിട്ട് എംബ്രോയിഡറി ഫ്രെയിമിലും സ്റ്റുഡിയോയിൽ കിട്ടുന്ന ഫോട്ടോ ഒക്കെ ചെയ്യുന്ന പോലത്തെ ഫ്രെയിമിലും ചെയ്തു കൊടുക്കും. അങ്ങനെ വ്യത്യസ്തതരം എംബ്രോയിഡറി പ്രോഡക്റ്റുകളാണ്.